അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, ഈ സമ്മേളനത്തിന് ഒരുമിച്ച് ചേർന്നിട്ടുള്ള പതിനായിരക്കണക്കായ ഇസ്ലാഹി പ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ISMന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സംതൃപ്തി നിറഞ്ഞ ഒരു സന്ദർഭമാണിത്. സർവശക്തനായ അല്ലാഹുവിനെ ഒരുപാട് തവണ സ്തുതിക്കേണ്ട സന്ദർഭം. ഇസ്ലാഹി പ്രവർത്തകരിൽ എല്ലാവരുടെയും മനസ്സുകൾ വിനയം കൊണ്ട് നിറയേണ്ട സന്ദർഭമാണിത്. കഴിഞ്ഞൊരു വർഷക്കാലമായി നടന്നുവരുന്ന ISMന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളും ഒരുക്കങ്ങളും ഇത്രയേറെ വിജയകരമായിട്ടുള്ളത് മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ഉപരി മഹത്തായ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മാത്രമാണ്. ഈ സമ്മേളനം കേവലം ഒരു പ്രചാരണത്തിന് വേണ്ടി മാത്രം നടത്തിയ സമ്മേളനമല്ല. വ്യക്തമായ ചില ആദർശ ലക്ഷ്യത്തോടുകൂടി ആസൂത്രണം ചെയ്യുകയും പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ള സമ്മേളനമാണ്. അതുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ വിജയം ഇവിടെ കൂടിയിട്ടുള്ള പതിനായിരക്കണക്കായ ആളുകളുടെ സാന്നിധ്യത്തെക്കാൾ അപ്പുറം ഈ സമ്മേളനം ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം എന്താണോ ആ സന്ദേശം ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾക്ക് പുറമെ കേരളത്തിലെ മുക്കിലും മൂലകളിലും ജനകോടികൾക്കിടയിൽ എത്തിക്കാൻ സാധിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ISMനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ദൗത്യ നിർവഹണത്തിൽ വളരെ നിർണായകമായ ഒരു പങ്ക് നടത്താൻ സാധിച്ചു എന്നതിൽ തീർച്ചയായും സന്തോഷം അനുഭവിക്കുന്ന ഒരു മുഹൂർത്തമാണിത്. ഈ സമ്മേളനം ISMന്റെ പ്രവർത്തകർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. സന്തോഷിക്കുന്നതിനേക്കാൾ ഉപരിയായി, സംതൃപ്തി അടയുന്നതിനേക്കാൾ ഉപരിയായി, ആനന്ദിക്കുന്നതിനേക്കാൾ ഉപരിയായി ഈ സമ്മേളനം ഓരോ പ്രവർത്തകരിലും അർപ്പിക്കുന്ന ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ ഉത്തരവാദിത്തം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിരതവുമാകുകയാണ് ചെയ്യേണ്ടത്. ഈ സമ്മേളനത്തിന്റെ തുടക്കം മുതൽ ഈ അവസാന സെഷൻ വരെ ഇവിടെ പങ്കെടുത്തിട്ടുള്ള ഓരോ ആളുകളും നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമങ്ങളെയും അധോഗതിയെക്കുറിച്ചും വളരെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. യുവാക്കൾക്കിടയിൽ ജീർണതകളും ക്രിമിനലിസവും തെറ്റായ പ്രവണതകളും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമുക്കറിയാം, ജീവിത സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് ഈ കാലത്ത്. ഉപയോഗിക്കാനുള്ള ഒരുപാട് ഉപകരണങ്ങൾ കൂടിയിട്ടുണ്ട് ഈ കാലത്ത്. വിദ്യാഭ്യാസം കൂടുതൽ പ്രചാരണം നേടിയിട്ടുണ്ട് ഈ കാലത്ത്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരെ കൂടുതലായി സാധാരണക്കാരന് പോലും ലഭ്യമാകുന്ന അവസ്ഥ കേരളത്തിൽ സംജാതമായിട്ടുണ്ട്. എന്നാൽ അതിന്റെ മറുവശം ആ സാങ്കേതിക സൗകര്യങ്ങളും ആ വിദ്യാഭ്യാസവും അത്തരത്തിലുള്ള ജീവിത നിലവാരവും ഒക്കെ തന്നെ ക്രിയാത്മകമായി സമൂഹത്തിൽ, ഫലവത്തായി സമൂഹത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടതിനു പകരം വിപരീത ദിശയിൽ ഉപയോഗിക്കപ്പെടുന്ന ദുഃഖകരമായ അനുഭവവും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരളീയ സമൂഹം
ഈ പ്രസ്ഥാനത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള മഹത്തായ ഉത്തരവാദിത്തം ഈ സമൂഹത്തിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ജീർണതകൾക്കും സാംസ്കാരികമായ ചുതികൾക്കും അധർമ്മങ്ങൾക്കും ആദർശ ശൂന്യതക്കും അരാഷ്ട്രീയവാദത്തിനുമെതിരെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ സജ്ജമാക്കുകയും ആ ചെറുപ്പക്കാർക്ക് ധാർമ്മികമായ ദിശാബോധം നൽകുകയും ആ ചെറുപ്പക്കാരെ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ധാർമ്മികമായ ഒരു പുനരർപ്പണത്തിന് വേണ്ടി അവരെ തയ്യാറാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായി, മുസ്ലിം സമുദായം നമ്മുടെ സംഘടനയിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം ഈ സമ്മേളനത്തോടുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ സമുദായത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എന്റെ തൊട്ട് മുമ്പ് കഴിഞ്ഞ സെഷനിൽ സംസാരിച്ച ബഹുമാന്യനായ നമ്മുടെ MP സൂചിപ്പിക്കുകയുണ്ടായി, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഏറെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണികളിൽ വിരാജിക്കുന്ന ആളുകളിൽ പോലും നമ്മുടെ സമൂഹത്തിന് ധാർമ്മികമായ ശിക്ഷണം നൽകുകയും നിയമപരമായ നിലക്ക് അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ട ആളുകളിൽ പോലും പലപ്പോഴും മുസ്ലിം സമുദായത്തെ കുറിച്ചുള്ള ഒരുപാട് തെറ്റായ മുൻവിധികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. ലവ് ജിഹാദ് പോലെയുള്ള ആരോപണങ്ങളും പ്രത്യാവാരണങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ഇതര മതസ്ഥർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവണതകളും ന്യൂനപക്ഷ തീവ്രവാദത്തിന്റെ പേരിലുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിനുള്ളിൽ തന്നെ വളരെ തെറ്റായ തരത്തിലുള്ള ധാർമ്മിക ശോഷണത്തിന്റെയും ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, ഈ സമൂഹത്തിന് മാതൃകാ വ്യക്തിത്വങ്ങളാവേണ്ടവരാണ് മുസ്ലിങ്ങൾ. ഖൈർ ഉമ്മ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ള സമുദായമാണ് നമ്മുടേത്. ആ ഖൈർ ഉമ്മയുടെ സമുദായത്തിൽ ആ സമുദായത്തിന്റെ യുവാക്കൾ തീർച്ചയായും ധാർമ്മികമായ ഒരു സംസ്കാരത്തിന്റെ പ്രതിനിധാനങ്ങളാവേണ്ടതാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിന്റെ തന്നെ സംസ്കാരം പലപ്പോഴും ആ ഉജ്ജ്വലമായ അവസ്ഥയിലേക്ക് ഉയരുന്നുണ്ടോ എന്ന ഒരു പുനരാചോദനക്ക് കൂടി ഇത്തരം സന്ദർഭങ്ങളിൽ വേദിയാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമുദായത്തിനകത്ത് സാംസ്കാരികമായ ഉന്നതിക്ക് വേണ്ടി, സമുദായത്തിന്റെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഉത്ഥാനത്തിന് വേണ്ടി അവരെ ഉണർത്തുക എന്ന മഹത്തായ ഉത്തരവാദിത്തം കൂടി ISMന്റെ പ്രവർത്തകരുടെ കൈകളിലേക്ക് ഈ സമ്മേളനം ഏൽപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ മഹത്തായ പ്രസ്ഥാനം, ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആരംഭം കുറിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യത്തെ അതിന്റെ ശരിയായ ദിശയിലേക്ക് എത്തിക്കുക എന്ന മഹത്തായ ഉത്തരവാദിത്തമാണ്. ഇവിടെ പറയുകയുണ്ടായി, നമ്മുടെ പ്രസ്ഥാനം മഹത്തായ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ്, വ്യക്തമായ ആദർശ ലക്ഷ്യങ്ങളുള്ള പ്രസ്ഥാനമാണ്. തൗഹീദാണ് നമ്മുടെ അടിത്തറ. ഏകദൈവ വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ദൗത്യം. ഇസ്ലാഹ് എന്ന് പറയുന്നത് തീർച്ചയായും ഈ സമൂഹത്തെ ശുദ്ധീകരിക്കുക എന്ന പ്രവണതയാണ്. ഈ സമൂഹത്തിൽ നവോത്ഥാനം ഉണ്ടാക്കുക എന്ന പ്രവർത്തനമാണ്. ഈ സമൂഹത്തിൽ അനുരഞ്ജനം ഉണ്ടാക്കുക എന്ന പ്രവർത്തനമാണ്. സർവോപരി ഈ സമൂഹത്തെ ഈ കാലത്തും ലോകത്തും ജീവിക്കാൻ ആവശ്യമായ യോഗ്യതയുള്ളവരാക്കി തീർക്കുക എന്ന പ്രവർത്തനമാണ്.